ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തന്തൂരി ചിക്കൻ ഗ്രില്ലും ഓവനും ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഹോം മെയ്ഡ് തന്തൂരി ചിക്കൻ. വാ എല്ലാവരും. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു സവാള, 2-3 ചുവന്നുള്ളി, ഒരു നാരങ്ങയുടെ നീര് വേണം, ഒരു ടൊമാറ്റോ, 2 പച്ചമുളകും, 3-4 കാന്താരി, വെളുത്തുള്ളി, ഇഞ്ചി. ഇത്രയും നമ്മൾ, പിന്നെ തൈരും ഉണ്ട്. ഇത്രയും നമ്മൾ മിക്സിക്കകത്ത് അരച്ച് പേസ്റ്റാക്കിയിട്ടാണ് നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. മസാലകൾ: 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ മസാലയ്ക്കകത്ത് നമുക്ക് ഈ അരച്ച മിക്സ് ഇട്ട് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ തൈരും കൂടെ ചേർക്കാവേ. കുറച്ച് ഓയിലും കൂടെ ഒഴിക്കും. നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. മിക്സിക്കകത്ത് അരച്ചപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ, ഒരു ബ്രസ്റ്റ് പീസും 2 ലെഗ് പീസുമാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് വരയണം. വരഞ്ഞ് നമ്മൾ ശരിക്കും ഈ മസാലകൾ അതിൻ്റെ ഉള്ളിലേക്ക് തേച്ച് കൊടുക്കണേ. കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമയമൊക്കെ ശരിക്കും മാറിയതിന് ശേഷമേ ഇത് അരപ്പ് ഇതിൽ പുരട്ടാവും കേട്ടോ. അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. ഇതിൻ്റെ അകത്ത് ചിക്കനിലുള്ള ഒരു ചെറിയ നനവുണ്ടല്ലോ, അതും പിന്നെ വെള്ളം കൂടെ ആയിക്കഴിഞ്ഞാൽ ആ മസാല ശരിക്കും അങ്ങ് ലൂസായി പോവും. മസാലകളൊക്കെ നമ്മൾ ആ ചിക്കൻ പീസയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചു. ഇനിയും ഒരു 4 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാവേ. ഒരു 4-5 മണിക്കൂർ. നമ്മൾ എത്രയും കൂടുതൽ മണിക്കൂർ അത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും ആ അരപ്പും ബാക്കിയുള്ള മസാലകളും ഉപ്പും എല്ലാം ശരിക്കും ആ മാംസത്തിൽ പിടിക്കുകയും ആ മാംസത്തിന് സോഫ്റ്റ്നെസ് ഉണ്ടാകും. നല്ല ഒരു ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ, നമ്മൾ അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു, 5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ പുറത്തെടുത്ത് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാവേ. നമുക്ക് അപ്പച്ചമ്പിലോ വെച്ച് ഈ ഫോയിൽ റോളിനകത്ത് നമ്മൾ റോൾ ചെയ്ത് സ്റ്റീം ചെയ്യാൻ പോകും ഓരോന്ന്. ആ 3 പീസും നമ്മൾ ഫോയിലിനകത്ത് റോൾ ചെയ്തേ. ഇനി നമുക്ക് അപ്പച്ചമ്പിനകത്ത് വെച്ച് നമുക്ക് സ്റ്റീം ചെയ്യാമേ. സ്റ്റീം ചെയ്യാനായിട്ട് വെച്ച് പാൻ വെച്ചു. ചൂടായതിന് ശേഷം ഒരു ബട്ടർ ഇടുവാണ്, 1 പീസ് ബട്ടർ. കുറച്ച് സൺഫ്ലവർ ഓയിൽ, നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന
ചിക്കന് ഇടുകയാണേ. മീഡിയം ഫ്ലെയിമിൽ വെക്കാവേ, മീഡിയം ഫ്ലെയിമിൽ ഫയർ. തിരിച്ചിടാവേ. നമുക്കൊന്നുകൂടെ തിരിച്ചിടാവേ. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ പുഴുങ്ങിയോണ്ട് പെട്ടെന്ന് ഉള്ളൊക്കെ നല്ലോണക്ക് വേകും. നമുക്ക് എടുക്കാവേ. നമുക്ക് അടുത്ത പീസും കൂടെ ഇടാവേ. നമ്മൾ ഈ പീസൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തത് നമ്മൾ ഇതിൻ്റെ അകത്ത് പുരട്ടിയിരിക്കുന്ന മസാലകളൊക്കെ ശരിക്കും ആ മീറ്റയിൽ ശരിക്കും അത് പിടിക്കും. അതിൻ്റെ ടേസ്റ്റ് നല്ലവണ്ണം ആ മീറ്റയിൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒന്ന് സ്റ്റീം ചെയ്തത്. പിന്നെ നമ്മൾക്ക് ഈ ഷാലോ ഫ്രൈ ആണല്ലോ, നമ്മളധികം എണ്ണ ഉപയോഗിക്കുന്നില്ല, അധികം ഫയർ കൂട്ടി വെക്കുന്നില്ല. അന്നേരം നമ്മുടെ ഉള്ളൊക്കെ വേകാനായിട്ട് പെട്ടെന്ന് പറ്റുന്ന ഒരു ഇതിനു വേണ്ടിയാണ് നമ്മളത് സ്റ്റീം ചെയ്തത് കേട്ടോ. ഇനി ഒന്ന് തിരിച്ചിടാം. തിരിച്ചിട്ട് കൊടുക്കാവേ. ഇതെടുക്കാവേ. നമ്മൾ വെജിറ്റബിൾ കുറച്ചരിഞ്ഞ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാൻ പോവാണേ. കുറച്ച് മസാല ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക.
സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇത്രയാണ് നമ്മൾ ഒന്ന് മസാലയകത്ത് സോസ് ചെയ്ത് വെക്കുന്നത്. നമുക്കിനി ഫയർ ഓഫ് ചെയ്യാവേ. തവയ്ക്കകത്ത് ഗ്രില്ല് ചെയ്ത് ചിക്കനൊക്കെ നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ആ സോർട്ട് ചെയ്ത വെജിറ്റബിൾസും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചപ്പാത്തി, നാന്, പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ഡിഷാണ് ഈ ഗ്രിൽഡ് ചിക്കൻ. നമുക്ക് ഹോം മെയ്ഡ് ഗ്രിൽഡ് ചിക്കനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സന്തോഷമായിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാമേ.